നമ്മൾ ഒരു മഷ്റൂമിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മഷ്റൂം ഇഷ്ടമല്ലേ? മഷ്റൂം കൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ന്യൂഡിൽസ് ഉണ്ടാക്കും, പാസ്ത ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ കറി ഉണ്ടാക്കും, എല്ലാത്തിനും മഷ്റൂം ഇടാറുണ്ട് അല്ലേ? നിങ്ങൾക്കും മഷ്റൂം ഒക്കെ ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കിപ്പോൾ മഷ്റൂം കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ പോയി മഷ്റൂം മേടിച്ചിട്ട് തരാം. ആ സ്റ്റോക്ക് എടുത്ത് വെച്ചേ. മഷ്റൂം 3 പാക്കറ്റ് മഷ്റൂം. ശരി, ഞാൻ എടുക്കാം. അയ്യോ മോളെ, പൈസ താഴെ. എത്ര രൂപയായി? 300 രൂപ. ശരി. അല്ല ചേട്ടാ, എൻ്റെ വീട്ടിൽ ഈ ബോക്സ് ഒരുപാടുണ്ട്. അപ്പൊ ചേട്ടൻ ഇത് എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ വീട്ടിലെല്ലാം റീസൈക്കിൾ ചെയ്യാറാണ് പതിവ്. ഇത് ഇത്രയും റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ശരിയാണ് മോളെ, ബുദ്ധിമുട്ടാണ്. അപ്പോ ചേട്ടൻ ഈ മഷ്റൂം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ചോദിച്ചൂടെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്? അത് നല്ലൊരു ഐഡിയ ആണല്ലോ മോളെ. നമ്മൾ എന്തായാലും മഷ്റൂം വാങ്ങുമ്പോൾ നമുക്ക് കൂടെ ലഭിക്കുന്നതാണല്ലോ ഈ കണ്ടെയ്നേഴ്സ് എല്ലാം. അത് പിന്നും റീയൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് യൂസ് കുറയ്ക്കാൻ സാധിക്കും. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഞങ്ങൾ സപ്ലൈയേഴ്സിനോട് ചോദിച്ചു നോക്കാം. ചേട്ടനൊന്ന് ചോദിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ നാളെ ഇത് ഈ ബോക്സ് കൊണ്ടുവരാം. ഓക്കെ മോളെ, ഞാൻ അറിയിക്കാം. ശരി. കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മഷ്റൂം കഴിക്കാറുള്ളവരാണല്ലേ? അങ്ങനെ ഒരു മാസം 4 ആഴ്ച നമ്മൾ 4 തവണ മഷ്റൂം വാങ്ങുമ്പോൾ ഇതുപോലുള്ള 4 കണ്ടെയ്നേഴ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രത്തോളം കണ്ടെയ്നേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനാകും? അതുപോലെ മഷ്റൂം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലുമില്ല. അപ്പോൾ ഇത് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്നാൽ പ്രത്യേകിച്ച് ഉപയോഗമില്ലാത്ത ഒരു കണ്ടെയ്നർ ആണല്ലേ? ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിച്ചതുപോലെ ഇത് പിന്നെ റീയൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും. നമ്മൾ സപ്ലയേഴ്സിന് തന്നെ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് തിരിച്ചു നൽകിയാൽ അവർക്ക് പുതിയ മഷ്റൂം ഇതിൽ തന്നെ പാക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പ്ലാസ്റ്റിക് വേസ്റ്റ് മിനിമൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുമല്ലേ? ഈ ഐഡിയയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് തോന്നുന്നു? എല്ലാവരും കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഇതൊരു ചെറിയ കാര്യമായി ആരും കരുതരുത്. Every small step makes a big difference. Thank you for watching and like and subscribe.